ഹായ്, നമ്മുടെ ചേച്ചിയുടെ മുഖത്ത് വരുന്ന സന്തോഷം കണ്ടോ? വീട് പണി പൂർത്തിയാവുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ടൈൽ എടുക്കാനും അക്സസറീസ് എടുക്കാനും ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ദിവസങ്ങൾ വളരെ വളരെ ബിസി ആയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും എടുത്തു നോക്കുമ്പോൾ ഇന്നലത്തേക്കാളും പണികൾ ഉണ്ടായിരുന്നല്ലോ ഇന്ന് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ തിരക്കിട്ടൊരു ദിവസത്തിലേക്ക് നിങ്ങളെയും കൂടി ഞാൻ സ്വാഗതം ചെയ്യാണ്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ശ്രീയാണ് കേട്ടോ. മോർണിംഗ് കുട്ടികളെ, ദൂരെ ദൂരെ മാമലക്കുമ്പിൽ ഒരു താരാജാല. ഇപ്രാവശ്യം തണുപ്പ് വന്നിട്ടില്ല എന്നുള്ള പരാതിയായിരുന്നു എല്ലാവർക്കും. പക്ഷെ ഇപ്പൊ ഇത്തിരി തണുപ്പ് തുടങ്ങിയിട്ടോ. ഇന്ന് സ്കൂളില്ല കേട്ടോ. അത് കാരണം കൊണ്ട് പ്രഭാതം നമുക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റും. അല്ലെങ്കിൽ കാലത്ത് എണീറ്റൊരു വെപ്രാളാണ്. ചോറ് കെട്ടണം, ബ്രേക്ക്ഫാസ്റ്റ് ആക്കണം, സ്നാക്സ് ബോക്സ് എടുക്കണം. ഇന്നിപ്പോൾ അതൊന്നുമില്ല. കുറച്ചു നേരം നമ്മുടെ കാട്ടിൽ ആ കോട കണ്ട് ഞാൻ അവിടെ അങ്ങിരുന്നു. നല്ല മഴയല്ല മതിയാ. ചിമ്മി ചിമ്മി മിന്നി തിളങ്ങുന്ന വറുളിക്കണ്ണനക്ക് ആ ചിമ്മലല്ലേ. ഇവിടെ വന്നിങ്ങനെ ഭാഗ്യം ഇവിടെ അടുത്തൊരു അമ്പലത്തിൽ പോകാൻ നിൽക്കുക. ഞാൻ നേരത്തെ ഇവിടെ വന്ന് വരണ്ടാന്ന് പറഞ്ഞില്ല. നേരം വൈകി വിചാരിച്ച് കുറച്ചേരം മഴയൊക്കെ ഉണ്ട്, കാപ്പിയൊക്കെ കുടിച്ച് നമുക്കൂടെ ഇരിക്കാം, എന്നാ റിലാക്സ് ആവാന്ന് വിചാരിച്ചു. ഏട്ടൻ വരുമ്പോഴേക്ക് ഞാൻ പത്തിരി ഉണ്ടാക്കി, പൂരി ഉണ്ടാക്കി വെച്ചു. പൂരി ആയിക്കോട്ടെ. പണ്ടൊക്കെ പറയില്ലേ നമ്മൾ സ്ഥാനങ്ങൾ വെച്ച് മാറാന്ന്, അതുപോലെ തന്നെ ഈ ഒരു വിളക്ക് വെക്കേണ്ട സ്ഥാനം ശ്രീകുട്ടന് വേണ്ടി വെച്ച് മാറിയിരുന്നു കേട്ടോ ഭാഗ്യൻ. ഇന്നിപ്പോ ക്ലാസ്സിലെത്താൻ കൊണ്ട് ഭാഗ്യം തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ് ആ കർമ്മം. നമ്മുടെ വീടിൻ്റെ അടുത്ത് കാർന്നോർ അമ്പലം ഉണ്ട് കേട്ടോ. ശിവന്റെ അമ്പലം എന്നാണ് പറയാ. ശിവന്റെ അമ്പലമാണ്, അവിടുത്തെ പ്രതിഷ്ഠ ശിവനാണ്. അപ്പം അങ്ങോട്ട് പോകാനുള്ള ഒരുക്കത്തിലാണ് ഭാഗ്യൻ. ദാ പോകുന്നു നമ്മുടെ ഭാഗ്യൻ. നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ കാലത്ത് എണീറ്റിട്ടിപ്പോൾ നല്ല മഴയാണ്. അന്ന് ഉച്ചയ്ക്ക് ആകുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള വെയിലും വരും. കഴിഞ്ഞ പ്രാവശ്യം ജവാന്റെ കുപ്പിയില് പാലൊഴിച്ചപ്പോ പറഞ്ഞു, ദൈവമേ ഒരു കുപ്പി ജവാനല്ലേ കാലത്തന്നെ ശ്രീജ തിളപ്പിച്ച് കളഞ്ഞിരുന്നു. ഇന്ന് ഹണീബിയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് നമ്മുടെ പാല് കൊണ്ടുവരുന്ന ചേട്ടന് ഹണീബിയുടെയും ജവാന്റെയും ഒക്കെ ഭയങ്കര ആരാധകരാന്ന് തോന്നുന്നുണ്ട്. ഈ പാല് കൊണ്ടുവരുന്നവർക്ക് ഏത് കുപ്പി കിട്ടിയാലും അവർ ഹാപ്പി ആയിരിക്കും. കാരണം എത്ര ആൾക്കാർക്ക് പാല് കൊടുക്കണ്ടേ, അത് കാരണമുണ്ട്. നല്ല ചൂടുവെള്ളത്തിൽ കഴുകണം നമ്മുടെ പാല് മേടിച്ച കുപ്പി. അപ്പോൾ മണം ഉണ്ടാവില്ല, അഴുക്കുണ്ടാവില്ല, അടിപൊളിയായിട്ട്. ശ്രീ എങ്ങനെയാണ് ഇത്ര എനർജറ്റിക് ആയിട്ടിരിക്കണേന്ന് ഇന്നലെ ഞാനൊരു കമന്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ചെയ്യാൻ ഒരുപാട് പണികൾ ഉണ്ടാകുമ്പോഴേ നമ്മൾ എനർജറ്റിക് ആയിട്ട് ഇരിക്കുക തന്നെ വേണം കേട്ടോ. മാത്രമല്ല ഇതാരും ചെയ്ത കാര്യമില്ലാത്ത കാരണം കൊണ്ട് നമ്മൾ തന്നെ ചെയ്യണ്ടേ. അപ്പോൾ നമ്മൾ ആ എനർജി എവിടുന്നോ അങ്ങനെ അങ്ങോട്ട് വന്നു കേട്ടോ. പിന്നെ എനിക്ക് പ്രചോദനമായിട്ട് നിങ്ങളുടെ കമന്റുകൾ ഉണ്ടല്ലോ, അതെന്നെ വലിയ കാര്യമാണ്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പൂരിയാണ് കേട്ടോ. കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട്. നമ്മുടെ ഉപ്പ് കഴിഞ്ഞു, അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് കഴിഞ്ഞു. ഇവിടെ എല്ലാവരും ഞാൻ പറയാറില്ലേ, മുട്ടുമ്പോ പറമ്പന്വേഷിക്കുന്ന ആളാണ്. ബാക്കി കോൾ സ്വീകരിക്കുന്നില്ല. ചെറു ചൂടുവെള്ളത്തിൽ നമുക്ക് ഇതിനെ കുഴച്ചെടുക്കാം. ഉപ്പ് നമ്മൾ ഇട്ടൂലോ അല്ലേ, ഇട്ടുന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പുറത്ത് പോകുമ്പോഴാണ് കൂടുതൽ നമ്മൾ പലചരക്ക് മേടിക്കാത്ത. അല്ലെങ്കിൽ നമ്മൾ കൃഷ്ണന്റെ കടയിൽ നിന്ന് മേടിക്കുള്ളൂ. കൃഷ്ണന്റെ കടയിൽ നിന്ന് ആകുമ്പോഴേ ഇച്ചിരി ആയാലും നമുക്കത്, പിന്നെ ഒരുപാട് ബ്രാൻഡുകളൊന്നും കിട്ടില്ല എന്ന് മാത്രം. ഇച്ചിരി ആയാലും നമുക്ക് പോയി മേടിക്കാലോ. പിന്നെ സൂപ്പർ മാർക്കറ്റുകളിലും എപ്പോഴും പറയും, നമ്മള് ഭാഗ്യം എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, സൂപ്പർ മാർക്കറ്റുകളിലും അതുപോലെ തന്നെ വലിയ വലിയ കടകളിലൊക്കെ എപ്പോഴും ആൾക്കാർ വരും. നമ്മൾ സത്യം പറഞ്ഞ കൃഷ്ണേട്ടനെ പോലെയുള്ള ആൾക്കാരെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് എപ്പോഴും പറയാം. അതായത് കുഞ്ഞു കുഞ്ഞു കടകളിൽ നിന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയല്ലേ, എത്ര പാടുപെട്ടിട്ട് അവറ്റങ്ങളൊക്കെ ജീവിതങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. കൃഷ്ണനല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ഈ തട്ടുകടകളിലും അതുപോലെ തന്നെ നമ്മളൊക്കെ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരല്ലേ നമ്മൾ ഹെൽപ്പ് ചെയ്യേണ്ട എപ്പോഴും തോന്നാറുണ്ട്. അതുപോലെ തന്നെ ഭാര്യ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്,
വലിയ വലിയ അമ്പലങ്ങളിലൊക്കെ അതുപോലെ വലിയ വലിയ പള്ളികളിലും മസ്ജിദുകളിലൊക്കെ നമ്മൾ സംഭാവനകളോ അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഉന്നമനത്തിന് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനേക്കാൾ നല്ലത് കുഞ്ഞു കുഞ്ഞു അമ്പലങ്ങൾ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു പള്ളികൾ നമ്മുടെ ഇപ്പൊ കപ്പേളകളൊക്കെ ഇല്ലേ അവിടെയൊക്കെ ഇടുകയാണെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലത്തെ ആ ഒരു എന്താ പറയുക അതൊന്ന് വളർന്നു വരും എന്ന് പറയാറുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടമാണല്ലേ, നമുക്ക് ഇടപെടാൻ പറയാൻ പറ്റുന്നില്ല. പിന്നെ നമ്മൾ ഇടുന്ന പൈസയും കാര്യങ്ങളൊന്നും ദൈവത്തിന് കിട്ടുന്നില്ലല്ലോ, അതുകൊണ്ട് ഇരിക്കാൻ സമ്പ്രദായത്തിനോട് അത്ര വലിയ താല്പര്യം തോന്നിയ. അത് വെച്ചിട്ട് അമ്പലത്തിൽ പോകാറില്ല നിരീശ്വരവാദിയാണ് ഞാൻ നല്ലതാട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ചുരുക്കത്തിൽ പറഞ്ഞു വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉരുളൻകിഴങ്ങ് ഭാഗ്യനോട് മേടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ പൂരി ഉണ്ടാക്കാനായിട്ട് ഇതാ നമ്മൾ കുഴച്ച് വെച്ചാൽ മാവ് ഇതുപോലെ ഉണ്ടാക്കി ഇതാ അതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഭക്ഷണങ്ങളുണ്ടല്ലോ, നമ്മൾ ചെറുപ്പം തൊട്ടേ കഴിച്ചിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വലിയൊരു പാടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കുക്കിംഗ് വലിയൊരു ടാസ്ക് ആയിട്ടും തോന്നിയിട്ടില്ല കേട്ടോ. നമ്മളിപ്പോൾ ഞാനും കല്യാണം കഴിഞ്ഞപ്പിന്നൊക്കെ തന്നെയാണ് കുക്കിംഗ് പഠിച്ചതെന്ന് നിങ്ങളുടെ അടുത്ത് പറയാറില്ല. ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് ആരും പഠിപ്പിച്ചു തരാതെ തന്നെ നമ്മുടെ കോമൺ സെൻസ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ മടിയുള്ള ആൾക്കാരാണ് പറയുക അറിയില്ല എന്നുള്ള കാര്യം. ജസ്റ്റ് മടിയില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്നെങ്കിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അവരുടെ ലൈഫിൽ. അപ്പം മടി മാറാനുള്ള ഏറ്റവും വലിയ ഒരു മാർഗ്ഗമാണ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ളത് കേട്ടോ. ചെയ്ത് നമ്മുടെ എല്ലാ മടികളും മാറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പാർവതി പറഞ്ഞ പോലെ തന്നെ ഈ ലോകത്ത് എന്ത് ജോലി ചെയ്തും നമുക്ക് അത് സക്സസ്സിലെത്താൻ പറ്റും, നമ്മൾക്ക് നമ്മളെ തന്നെ സഹായിക്കാൻ പറ്റും എന്നുള്ളൊരു തോന്നൽ വരും. അങ്ങനെ പൂ പോലെ നമ്മുടെ പൂ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. പൂജാ റൂമിൽ വെക്കണ്ടേ പുറത്ത് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ ബാക്ക് വീലിന്റെ സൈഡിൽ ഇരിക്കുമ്പോ നമ്മുടെ കുഴപ്പമാവില്ല. മൈസൂർ വെച്ചിട്ട് വണ്ടി ഒന്ന് തട്ടിയത്രേ. ആ കാര്യമാണ് ഭാഗ്യൻ അമ്മോട് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മയാണ് ആദ്യം അറിഞ്ഞാൾ കേട്ടോ, അതിനോട് ഭാഗ്യം പറഞ്ഞില്ല. അങ്ങനെ നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ ചപ്പാത്തി ഉണ്ടല്ലോ, ചപ്പാത്തിയല്ല പൂരി, അത് നാളത്തേക്ക് വേണ്ടി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ബട്ടർ പേപ്പറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ലെയർ ആക്കിയിട്ടാണ് മാറ്റി വയ്ക്കുക. അപ്പോൾ നമുക്ക് നാളെ അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അത് ചുട്ടെടുത്താൽ മതി. ചുട്ടെടുക്കുക അല്ലെങ്കിൽ നമ്മൾ എണ്ണയിൽ പൊരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പൂരിയാവും അല്ലെങ്കിൽ ചപ്പാത്തിയാവും. അങ്ങനെയൊക്കെ തന്നെയല്ലേ നമ്മൾ അമ്മമാർ ഓരോ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ വർക്കിംഗ് വുമൻസ് ആയാലും അല്ലെങ്കിൽ എൻ്റെ പോലെ ഇങ്ങനെ എന്താ പറയുക കുറച്ച് മേഖലകൾ കവർ ചെയ്യേണ്ട ആൾക്കാരായാലും എന്നേക്കാൾ തിരക്കുള്ള ചേച്ചിമാരായാലും ഇങ്ങനത്തെ പൊടിക്കൈകളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുമ്പോഴേ അവർക്കൊരു ഉപകാരപ്രദമാവും. അത് ഞാൻ എൻ്റെ ഇടയിൽ ഫോണിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് നമുക്ക് ഫേസ്ബുക്കിലേക്ക് പോർട്രേറ്റ് മോഡിൽ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ശ്രീകുട്ടൻ പാലൊക്കെ കുടിച്ച് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ നമ്മുടെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഉരുളൻകിഴങ്ങ് നന്നായിട്ട് പൊടിയായിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. എന്നാൽ ഒന്ന് എന്താ പറയുക മസാലക്കറി ഉണ്ടാക്കില്ല നമ്മൾ ഹോട്ടലിലൊക്കെ കിട്ടുന്ന മസാലക്കറി അതുപോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ആ ഒരു പാത്രത്തിൽ തന്നെ, ഇത് നമ്മുടെ PGNൻ്റെ 3-in-1 കുക്കറാണ് കേട്ടോ. അതിൽ തന്നെ നമ്മൾ കടുക് പൊട്ടിച്ച് കുറച്ച് ജീരകം ഇട്ട് പിന്നെ സവോളയും നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ട് ആ കഷ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അത് അമ്മയ്ക്ക് പൊള്ളില്ല. അങ്ങനെ നമ്മുടെ ശ്രീകുട്ടൻ്റെ സഹായത്തോടെ മസാലക്കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സവോളയല്ലടാ അതിന് എന്താ പറയുക ഉരുളൻകിഴങ്ങ് ഉണ്ടല്ലോ, അതിലിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കറി റെഡി. ഇത്രയും സിമ്പിളായിട്ട് നിങ്ങൾ മസാലക്കറി ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇതാണ് നമ്മുടെ ഒറിജിനലായിട്ടുള്ള മസാലക്കറി അത്ര. ഇത് ഞാൻ ഹോട്ടലിൽ പോയപ്പോൾ ഒരു ചേട്ടനോട് ചോദിച്ച് മനസ്സിലാക്കിയതാണ് കേട്ടോ. വേറെ ഒന്നും ചേർക്കണ്ട, ഇങ്ങനെ ചേർത്തിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണെന്നാണ് അവർ പറയുന്നത്. ഇത് നമുക്ക് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഞാൻ വേറൊരു വിഭവം ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ. ഇതുകൊണ്ട് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വിഭവം ഉണ്ടാക്കി കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്, നമുക്ക് കഴിച്ചാലോ? അമ്പലത്തിൽ പോയി വന്നു, ഭക്ഷണം കഴിച്ചു. അപ്പോഴാണ് അറിഞ്ഞത് നമ്മുടെ വണ്ടി മൈസൂർക്ക് പോണ വഴി ഇടിച്ചു. നമ്മുടെ വണ്ടി ഇടിക്കല്ല കേട്ടാ ചെയ്തേ, നമ്മുടെ വണ്ടി ഞാൻ പറഞ്ഞില്ല, വെറുതെ അങ്ങനെ കുറെ ടെൻഷൻ അടിപ്പിക്കുന്നല്ലോ. നമ്മുടെ കുറ്റം കൊണ്ടല്ല സംഭവിച്ചത്. വേറെ വണ്ടിക്കാർ വന്ന് മഴയത്തെ നല്ല മഴയാണെന്ന് പറഞ്ഞു, അങ്ങനെ വന്ന് ചവിട്ടിയിട്ട് കിട്ടാണ്ട് വന്ന് നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ വന്ന് ഇടിച്ചതാണ്. പിന്നെ നമ്മുടെ ഈ ഫീൽഡിൽ എപ്പോഴും റിസ്ക് ഉണ്ട്. ഒന്നാമത് 300 കിലോമീറ്റർ അപ്പുറത്ത് നല്ല വണ്ടികൾ വരണേ, അതും പച്ചക്കറി കൊണ്ടാണ് വരണേ. അപ്പൊ ചെറിയ എന്തെങ്കിലും ഉണ്ടായാൽ പോലും നമുക്ക് ടെൻഷനാണ്. കാരണം ലോഡും പുറത്താണെന്നുണ്ടെങ്കിൽ അത് മുഴുവൻ മാറ്റി കയറ്റേണ്ടി വരും, വേറെ വണ്ടി അറേഞ്ച് ചെയ്യണ വരും. പിന്നെ സമയത്തിന് സാധനം കിട്ടിയില്ലെങ്കിൽ പ്രശ്നം.
എല്ലാ ദിവസവും പുലർച്ചെ ഒരു 5 മണിക്ക് മുമ്പ് സാധനം നമ്മുടെ കടയിൽ ഇറങ്ങിയാലേ നമുക്ക് നമ്മുടെ ഓർഡറുകളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അതെന്തെങ്കിലും കാരണവശാൽ ബ്ലോക്ക് കിട്ടിയിട്ട് തന്നെ വൈകി കഴിഞ്ഞാൽ ആകെ ടെൻഷനാണ്. ഇന്നിപ്പോൾ അങ്ങോട്ട് പോകുമ്പോഴാ തിങ്കളാഴ്ച വരാനുള്ള പച്ചക്കറി എടുക്കാൻ പോണ വഴിക്ക് പുലർച്ചയ്ക്കാണ് സംഭവിച്ചത്. ഇപ്പൊ റിലീസായി വണ്ടി ഒരു 4 മണി ആകുമ്പോഴേക്ക് എത്തും. കേരളത്തിൽ തന്നെയാ. ഇവിടെ എന്താ പാണ്ടിക്കാടാ. ഇത്രയും കൂളായ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. വണ്ടി ഇടിച്ചു എന്നും പറഞ്ഞ ആൾക്ക് പ്രത്യേകിച്ച് ഒരു കൂസലില്ല. ഞാനാണെങ്കിൽ ഇപ്പം മരിച്ചേനെ ടെൻഷൻ അടിച്ച്. അങ്ങനെ കുറച്ച് നേരം ഒന്ന് റിലാക്സ് ആവാന്ന് വിചാരിച്ചിട്ടാണ് പറമ്പിലേക്ക് ഇറങ്ങിയത്. പറമ്പിലേക്ക് ഇറങ്ങിയതിൻ്റെ കാര്യം അത് മാത്രമല്ല കേട്ടോ, പറമ്പിലേക്ക് ഇറങ്ങുമ്പോൾ റിലാക്സ്ഡ് ആവുന്നേ ഉള്ളൂ. നമുക്ക് പടവലങ്ങ പൊട്ടിക്കാനുണ്ട്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ പതുക്കെ പറമ്പിലേക്ക് ഇറങ്ങി. പറമ്പിലേക്ക് ഇറങ്ങാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ ഇറങ്ങിയതല്ല കേട്ടോ. ഐ രഘുവരാ, നിങ്ങളെ കണ്ടിട്ട് എന്തോരോ നാളായി രഘുവായിട്ട്. നിങ്ങളെ ജീവനോടെ ഇരിപ്പുണ്ടാ? മനുഷ്യനോടൊക്കെ കാണാറുണ്ടായിരുന്നില്ല. ഞാൻ വെറുതെ വിളിച്ചതാട്ടാ രഘുവരാന്ന്. ഞങ്ങള് തമ്മിൽ അങ്ങനെ ഒരു ബന്ധമാണ്. രഘുവേട്ടാ നിങ്ങൾ എവിടെയായിരുന്നു? ചതിച്ചു. ഞാൻ സ്വന്തമായി കുത്തി കുളമാക്കിയ കുളമാണിതെന്ന് പറയുമ്പോൾ ഞാൻ സ്വന്തമായി അടിച്ച് പറപ്പിച്ച നമ്മുടെ പടവലങ്ങ തോട്ടമാണിത്. പക്ഷെ ഫൈനലി കുറച്ചധികം പടവലങ്ങ നമുക്ക് കിട്ടി. ഭാഗ്യം പറഞ്ഞ പോലെ തന്നെ നഷ്ടം വന്നില്ല, ലാഭമില്ലെങ്കിലും എന്നാണ് ഭാഗ്യം പറഞ്ഞത്. പടവലങ്ങ പൊട്ടിക്കാൻ വന്നതാണ് കേട്ടോ. രഘുവാട്ടനും ഭാഗ്യനും കൂടി പടവലങ്ങ പൊട്ടിക്കുന്നു. പടവലങ്ങ ഏകദേശം കഴിയാറായ ഒരു മട്ടിലാണ്. ഇതാണ് ഞാൻ മരുന്നടിച്ച് തെളിച്ച് കളഞ്ഞ പടവലങ്ങ തോട്ടം. ഞാനും രഘുവേട്ടനും പാർട്ട്ണർഷിപ്പിലായിരുന്നു. ഇത് ഞങ്ങൾ രണ്ടാളും പാർട്ട്ണറായിട്ടാണ് അത് മരുന്നടിച്ചത്. പടവലങ്ങ ഉണ്ടായി വരണം. കഴിയാറായില്ല കേട്ടോ. മഴ ആയിരുന്നെങ്കിൽ പൊതുവെ അത് കുറയും കേട്ടാ ഉണ്ടാവല്. ഇത് നമ്മുടെ വീടിന്റെ താഴെയുള്ള ഭാഗത്താണ് കേട്ടോ ഈ പടവലങ്ങ തോട്ടമുള്ളത്. കുറച്ച് അങ്ങോട്ട് നീങ്ങിയിട്ട് കുറച്ചധികം പടവലങ്ങകൾ ഉണ്ടായി നിൽക്കുന്ന ഒരു തോട്ടമുണ്ട്. അത് നിങ്ങൾക്ക് നാളെ കാണിച്ചു തരാം. നല്ല രസമാണ് അത് കാണാൻ വേണ്ടിയിട്ട്. കുളത്തിനോട് ചേർന്ന് നിൽക്കുന്നതാണ് കേട്ടോ. ഞാൻ അങ്ങോട്ട് വലിയ കാര്യമായിട്ട് പോകാറൊന്നുമില്ല, എന്നെ കൊണ്ടുപോകാറില്ല. ഭാഗ്യം കൊണ്ടുപോകാത്തതിന് കാരണം അങ്ങനെയൊന്നല്ല കേട്ടോ, ഞാൻ പോവാത്ത കാരണം കൊണ്ടാണ്. മിക്കതും ചേട്ടന്മാരാണ് കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നതും പൊട്ടിക്കുന്നതും മരുന്ന് തെളിക്കുന്നതും വളമിടുന്നതും ഒക്കെ. ഭാഗ്യം ഏൽപ്പിച്ചിട്ട് കടയിൽ പോവും. പിന്നെ എനിക്ക് എൻ്റെതായ ജോലികളുണ്ടല്ലോ. ഇടയ്ക്കിടയ്ക്കൊക്കെ ഇത് കാണാൻ അടിപൊളിയാണ് കേട്ടോ. പാവൽ ഇതേ ഉണ്ടായി ഇത്രയ്ക്കായല്ലോ. നമ്മൾ മുമ്പ് തെളിച്ചപ്പോൾ പോയില്ലേ, അതിന് പകരം പകൽ കുത്തിയപ്പോൾ ഇത്രയ്ക്കായി. ആദ്യമാണ് അവിടെ സ്ലറി കലക്കി വെച്ചൊക്കെ വാങ്ങിയാൽ. ദൈവപക്ഷി എന്ന് പറയാറില്ലേ മണിയമ്മ? ഇതിനോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലേ ദൈവത്തോട് ചെന്ന് പറയാത്ര, അങ്ങനെ ആഗ്രഹം സാധിക്കുന്നതാണ് പറയാ. മരണം വരെ ഈ ഓർമ്മകളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവില്ലേ, ഈ ഒറ്റമേനിയും അതുപോലെ തന്നെ ഈ ചെമ്പോത്തുപ്പന്റെയും കാര്യങ്ങളൊക്കെ. എൻ്റെ ഓർക്കിഡ് നിറയെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കണ്ടോ, മഞ്ഞ ഓർക്കിഡാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പാർക്കിലല്ല ഒരു ഗാർഡനിൽ പോയില്ലേടാ, അപ്പോൾ അവിടെ നിന്ന് മേടിച്ചതാണ്. പിന്നെ രാവിലെ എണീറ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടിയാണ് മുറ്റടിക്കുക എന്നുള്ളത്. എനിക്ക് എന്നും മുറ്റടിക്കാൻ സമയമൊന്നും കിട്ടില്ല കേട്ടോ. ഫൈനലി ആ മുറ്റം ഇങ്ങനെ അടിച്ച് നല്ല ഭംഗിയിൽ ഇങ്ങനെ എന്താ പറയുക ചോറുണ്ടാവും എന്നുള്ള പരുവത്തിൽ കിടക്കുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കുറച്ച് ചവിട്ടികളൊക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ട് അവിടെ ഇവിടെ കേട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വരുന്ന ആളാണ് ഞാൻ നേരത്തെ വിളിച്ച രഘുവരൻ എന്ന് പറഞ്ഞ രഘുവേട്ടനെ കണ്ടിട്ടുണ്ടാവില്ല എല്ലാവരും. അപ്പോൾ വീടിൻ്റെ ചുറ്റും കുറച്ച് മുളക് തൈകൾ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ ദിവസമായി മേടിച്ച് വെച്ചിട്ട്. അപ്പോൾ അതൊന്ന് ഇത്തിരി ഒഴിവ് കിട്ടിയപ്പോൾ നമ്മളത് നടാൻ പോവാണ് കേട്ടോ. ഞാൻ ഈ കൈ കൊണ്ട് ഇങ്ങനെ കുത്തുന്ന കമ്പി ഉണ്ടല്ലോ, അത് നമ്മൾ കൈപ്പയ്ക്ക് പന്തലിടാൻ വേണ്ടിയിട്ട് ചേട്ടൻ റെഡിയാക്കി കൊണ്ടുവരുന്നതാണ്. സാധാരണ നമ്മുടെ വലിയ കമ്പി തുമ്പ് ഇങ്ങനെ കുറച്ച് കൂർപ്പിച്ചിട്ട് കൊണ്ടുവരും. അതുകൊണ്ടാണ് ഞാൻ ചെടി നടാറുള്ളത് കേട്ടോ. ഒരെണ്ണം ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീടിൻ്റെ ചുറ്റും കുറച്ച് പരിപാടികളൊക്കെ ചെയ്ത് നടന്നു. നിറച്ചും പച്ചമുളകുകളൊക്കെ നട്ടിട്ടുണ്ട്. ഭാഗ്യനെ സഹായിക്കാനായിട്ട് ശ്രീകുട്ടൻ വാഴക്കൊടപ്പൻ ഒടിച്ച് കടയിലേക്ക് കൊണ്ടുപോകാനുള്ള തിരക്കിലാണ്. അപ്പോഴാണ് എനിക്ക് തോന്നിയത് നമ്മുടെ വീടിൻ്റെ ചുറ്റുമായിട്ട് നമ്മൾ കുറച്ച് നാൾ മുന്നേ ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു തിണ്ട് പോലെ കെട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അതിൻ്റെ ഉള്ളിൽ നമ്മൾ വേങ്കാ റോസാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ആ റോസൊക്കെ ഇങ്ങനെ മഴ പെയ്ത് ചീഞ്ഞു പോയിട്ടോ. അപ്പോൾ ഞാൻ അവിടെ കുറച്ച് പുല്ല് നടാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി ചെല്ലുന്ന വഴിയുടെ ഒരു കോർണറിലായിട്ട് നമ്മൾ കുറച്ച് നാൾ മുന്നേ പുല്ല് നട്ടിട്ടുണ്ടായിരുന്നു. ആ പുല്ലൊക്കെ ഇങ്ങനെ പടർന്ന് പിടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ പേൾ ഗ്രാസാണ് അവിടെ നട്ടിട്ടുള്ളത്. എനിക്ക് ബാംഗ്ലൂർ ഗ്രാസിനേക്കാളും കുറച്ചും കൂടി പെട്ടെന്ന് വളരുന്നതും പിന്നെ മെയിൻറ്റെയിൻ
മെയിൻ്റനൻസ് കുറവുള്ളതായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഗ്രാസാണ് കേട്ടോ. അത് നമ്മൾ ശ്രദ്ധിക്കണം. 2 തരം ഗ്രാസ് ഉണ്ട്, ബഫല്ലോ ഗ്രാസ് ഉണ്ട്, പേൾ ഗ്രാസ് ഉണ്ട്. ചെറിയ ചെറിയ ഇലകളായിട്ടുള്ളതാണ് പേൾ ഗ്രാസ്. അതിൽ തന്നെ വെരിഗേറ്റഡ് ആയിട്ട് വരുന്നത് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ എന്നും ചേച്ചിമാർ ചോദിക്കാറുണ്ട് എൻ്റെ അടുത്ത്, ശ്രീ ഈ ചെടിത്തോട്ടത്തേക്ക് ഇറങ്ങണ പരിപാടി ഒന്നുമില്ലേ, ചെടികളൊക്കെ പോയോന്ന്. അപ്പോൾ ചെടികളൊന്നും വലിയ കാര്യമായിട്ടുള്ള ഇപ്പം ഇല്ല നമ്മുടെ അടുത്ത്. എന്നാലും ഉള്ളതൊക്കെ ഞാൻ വേറൊരു സ്ഥലത്ത് ഇങ്ങനെ ഒതുക്കി കൂട്ടി വെച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പേൾ ഗ്രാസ് ഈ പറഞ്ഞ ഏരിയയിലാണ് നമ്മൾ പേൾ ഗ്രാസ് നടാൻ പോകുന്നത്. തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് ഒരു കോളാമ്പി ചെടിയാണ് കേട്ടോ, ഒരു പർപ്പിൾ കളറുള്ള കോളാമ്പി ചെടിയാണ്. അതുമ്പോൾ പൂവുണ്ടായിട്ടില്ല. അപ്പോൾ ഭാഗ്യം വന്ന് ഉപദേശങ്ങൾ തരുന്നുണ്ട് എനിക്ക്, അങ്ങനെ നടുമോനെ, ഇങ്ങനെ നടു, കുറച്ച് അകലത്തി നട്ടാൽ മതി, ഇത് പെട്ടെന്ന് തന്നെ പടർന്നു പിടിക്കും, ഒരാഴ്ച കൊണ്ട് മൊത്തം പടർന്നു പിടിച്ച് നല്ല ഭംഗിയാവും എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുല്ല് പറിച്ചെടുക്കാനും അടിപൊളിയാണ് കേട്ടോ. ഈ ഒരു ഏരിയ അറ്റം വരെ നടാനാണ് വിചാരിച്ചിരിക്കുന്നത്. നമുക്ക് വീടിൻ്റെ 3 സൈഡിലും ഇങ്ങനെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വേങ്കാറോസാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗിയായിരുന്നു പൂണ്ടായി നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് വേനൽക്കാലത്ത്. പക്ഷേ വർഷക്കാലം ഇപ്പോൾ അതൊക്കെ ചീഞ്ഞു പോയി. എന്നാലും കുഴപ്പമില്ല, തൈകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മുളച്ച് വരുന്നുണ്ട്. നമുക്ക് പതുക്കെ വേനൽക്കാലം തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ പൂക്കളുണ്ടാകുന്ന മഞ്ഞുകാലം തുടങ്ങുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നട്ടു വയ്ക്കാനാണ് വിചാരിക്കുന്നത്. ഞാൻ അഗ്ലോണിമയും അതുപോലെ തന്നെ നമ്മുടെ മുളക് തൈകളും ഇതിൻ്റെ ഇടയിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നുമില്ലെങ്കിലും നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ആവശ്യത്തിന് ഓടി ചെല്ലുമ്പോൾ 2-3 മുളക് കിട്ടണമെങ്കിൽ ഇങ്ങനെ നമ്മുടെ വീടിൻ്റെ ചുറ്റോട് നമ്മൾ ചേർത്ത് വെക്കും വേണം. ചെടികൾ മാത്രം നമ്മൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കാര്യമില്ലേ, കുറച്ചൊക്കെ നമ്മൾ പച്ചക്കറികളും നട്ടുപിടിപ്പിക്കുന്നത് നല്ലതാ. എന്താ വയലറ്റ് മുളകാണിത്, വയലറ്റ് മുളക്. അപ്പം അത് പാവി നിർത്തിയിട്ടുണ്ടായിരുന്നോ, കുറേ നാളായി നിർത്തിയിട്ട് കേട്ടോ. ഞാൻ ഫൈനലി അവനൊന്ന് പറിച്ച് അതിന് ഇതിൻ്റെ ഇടയിൽ വെക്കുന്നുണ്ട്. പക്ഷെ നല്ല ഗംഭീര മഴ വരുന്നുണ്ട്, മഴക്കാറ് വേണ്ട. എന്നാലും ഞാനിത് പൂർത്തിയാക്കാൻ പറ്റുമെന്ന് വിചാരിക്കണം. അറ്റം വരെ നടാം. പിന്നെ നമുക്ക് ബാക്കിയുള്ളത് ഓരോ ദിവസങ്ങളിൽ വ്ളോഗ് ചെയ്യുമ്പോൾ ചെടി കാണാൻ ഇഷ്ടമുള്ള ചേച്ചിമാർക്ക് കാണിച്ചു തരാനായിട്ട് വേറെ ചെടികളൊക്കെ നടാം. ഇതിൻ്റെ ഇടയിൽ ഞാൻ അഗ്ലോണിമയും കൂടി നടുന്നുണ്ട് കേട്ടോ. പേൾ ഗ്രാസ് എന്ന് പറയുന്നത് ചെറുതാ, കണ്ട ഇങ്ങനെ നിലം പറ്റിയുണ്ടാവുള്ളൂ, ചെറിയ ചെറിയ ഇലകളായിരിക്കും. ചിലതിൻ്റെ ഇലകൾ കണ്ട, ഇത് ബഫല്ലോ ഗ്രാസാ, എന്തൊരു വലിയ ഇലയാ. അങ്ങനെ അറ്റം വരെ നമ്മൾ നട്ടിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അഗ്ലോണിമ വെച്ച് കൊടുത്തിട്ടുണ്ട്, വയലറ്റ് മുളക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നാൾ കഴിഞ്ഞ് ഇതിങ്ങനെ നല്ല ഭംഗിയിൽ പച്ചപ്പണിഞ്ഞ് നിൽക്കും. അപ്പോൾ നമുക്ക് പെയിൻറ്റും കൂടി അടിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അന്ന് കാണിച്ചു തരാം. ഇനി നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് തൃശ്ശൂർ വരെ പോയി ഒരു കട പരിചയപ്പെടുത്താനുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ആ ചേട്ടൻ വിളിച്ചിട്ട്, ശ്രീ ഇന്ന് തന്നെ വരികയാണെങ്കിൽ വളരെ ഉപകാരപ്രദമായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓടി അങ്ങോട്ട് പോയി കേട്ടോ. എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ പുതിയ കണ്ണാടി? ആവശ്യമൊന്നുമില്ല, സൺലൈറ്റ് ഒന്നും ഇല്ല, എന്നാലും വെറുതെ കുറേ നാളായി മേടിച്ച് വെച്ചിട്ട് അപ്പോൾ എടുത്ത് വെച്ചത്. എനിക്ക് വേറൊരാളെ കാണിച്ചു തരാം കേട്ടോ. ഭാഗ്യനെ മേടിച്ചു വരണം. ഞാൻ അങ്ങനെ എത്തിയിരിക്കുകയാണ് AGL ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ. ഇവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ. മയില്, താമര, ഒട്ടകം എന്ന് വേണ്ട നമ്മുടെ ദുനിയാവിലുള്ള എല്ലാ സാധനങ്ങളും മുക്കുത്തിയായിട്ട് ഇറക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ തൃശ്ശൂര്. പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങൾ. ആക്ച്വലി നമ്മുടെ കട ഫ്രണ്ടിലായിരുന്നു. അപ്പോൾ അവിടെ റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓണാകുമ്പോഴേക്കും കുറച്ചും കൂടി വിപുലമായിട്ടുള്ള ഷോപ്പായിട്ട് വരുന്നതായിരിക്കും എന്നാണ് ലിൻഡോ ചേട്ടൻ പറഞ്ഞത്. മുഴുവൻ ബ്രേസ്ലെറ്റ്സ് ആണ്. പിന്നെ ഞാൻ എപ്പോഴും പറയാറില്ല, ഇവിടെ സിൽവർ ആഭരണങ്ങൾ മാത്രമാണ് ഇടുക. സിൽവർ ആഭരണങ്ങൾ പല രീതിയിൽ ഇടും. ഇപ്പോൾ റോസ് സിൽവർ ആയിട്ടുള്ളത്, അതായത് സിൽവറിൽ റോസ് ഗോൾഡ് രീതിയിൽ പൊതിഞ്ഞിട്ടുള്ളത്. പിന്നെ കുട്ടികളുടെ കളക്ഷൻസ് ഇടാം. ഇതൊക്കെ വിശദമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഷോർട്സ് ആയിട്ട് ഇടാം. ഷോർട്സ് എന്തോന്ന് പറയാൻ പറ്റില്ല എനിക്ക്. അല്ലെങ്കിൽ അപ്പോൾ നിങ്ങൾ ഷോർട്സ് കണ്ടിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നുണ്ടാവാം. ഇത് കുട്ടികളുടെ നമ്മൾ താള കൈമേടുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ. ഇത് എനിക്കിഷ്ടമായി. നോക്കടാ, ഇത് നോക്കുക. നമുക്ക് റീലുകൾ വിടാനായിട്ട്. ചെറിയൊരു നാഗവല്ലി വൈബ് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ? ഇത്ര അധികം മൂക്കുത്തികൾ കേട്ടാ പിന്നെ എങ്ങനെയാണ് അത് ഫീൽ ചെയ്യാണ്ടിരിക്കുക? എന്തുമാത്രം കളക്ഷൻസാ. ഫുള്ളൊന്നും കാണിച്ചു തരാൻ പറ്റിയില്ലെങ്കിലും ഞാൻ നിങ്ങൾക്ക് കുറച്ചൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടാ. എന്തോരം കളക്ഷൻസ് ആണ്. ഞാൻ കണ്ടു തള്ളി നിൽക്കാൻ നോക്കി. നമ്മുടെ മറ്റേ ജെ ഷേപ്പിലൊക്കെ കണ്ട അത്, അതിൻ്റെ ബ്ലാക്ക്, ഈവൻ നമുക്ക് അതിൻ്റെ വേറെ കുറേ കളക്ഷൻസ് ഇത് ഇതൊക്കെ ഉണ്ട്. ഇത് നല്ല ഭംഗിയുണ്ട് ഇട്ടിട്ട് കാണാനായിട്ട്. പിന്നെ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ ഈ കാലുണ്ടല്ലോ ബാക്കിൽ ഇടുന്നത്, അത് ഇച്ചിരി ചെറുതാ. അതുകൊണ്ട് നമുക്ക് ഇട്ടാലും ഇങ്ങനെ പതിഞ്ഞ് നിൽക്കും. ഇങ്ങനെ ഇങ്ങനെ പൊന്തി ഇങ്ങനെ നിൽക്കില്ല, നല്ല ഭംഗിയിൽ ഇങ്ങനെ പതിഞ്ഞ് നടക്കും. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിൽവറിൻ്റെ ഇടാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ സിൽവറാണ് കേട്ടോ. ഇത് നമ്മുടെ ഫാൻസി ഐറ്റംസ് അല്ല, സിൽവറാണ്.
75 ഓൺവേർഡ്സ് ആണ് ഇതിന്റെ വില വരുന്നത്. പിന്നെ 200, 250, 300 അതിന്റെ റേറ്റ് അനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും. പക്ഷെ ഇതിനൊക്കെ അത്യാവശ്യം നല്ല എന്താ പറയാ ഓഫറിൽ ഇവിടെ കിട്ടുന്നുണ്ട്. മയിലാണ് മയിലായി പറന്നു പറക്കില്ല കേട്ടാ. അല്ലേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളക്ഷൻസ് കണ്ട നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുന്ന മൂക്കുത്തി. ഇത് ഭംഗിയല്ലേ കാണാൻ വേണ്ടിട്ട്. ഇത് ഞാൻ അങ്ങ് എടുക്കുക. പുത്തമ്പള്ളിയുടെ അവിടെ ബൈബിൾ ടവറിലേക്കുള്ള വഴിയെന്ന് ചോദിച്ചാൽ മതി. അവിടെ ചെല്ലുമ്പോൾ വലത്തേ സൈഡിലായിട്ട് കാണുന്ന ഷോപ്പാണ്. കുറച്ച് ബാക്കിലേക്കായിട്ട് ഇപ്പോൾ അവിടെ റീനോവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാരണം കൊണ്ട് കട അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ചോദിച്ചു പൊക്കോളൂ കേട്ടോ. ഷേപ്ഡ് ആയിട്ടുള്ള മൂക്കുത്തിട്ടാ. ഇത് ചേരുന്നുണ്ടോ? ചേരുന്നില്ല. മേനോൻ പറഞ്ഞു ചേരുന്നില്ല. ഡാൻസ് ക്ലാസ്സിൽ പോകുമ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്ന് മാറി ഇട്ടിട്ട് പോയത്. ഇപ്പൊ അതിന് മാത്രമല്ലേ പുറത്തേക്ക് ഇറങ്ങണുള്ളൂ നമ്മള്. വേറോട് ഞാൻ കുറെ വെച്ച്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ മൂക്കുത്തികളുടെ കളക്ഷൻസ് കേട്ടോ. ഇനി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കളക്ഷൻസ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരുടെ പേജ് ഉണ്ടല്ലോ, അതിൽ ചെക്ക് ചെയ്യാൻ മതി കേട്ടോ. പേജ് ഞാൻ താഴെ മെൻഷൻ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഓൺലൈൻ സർവീസ് ഉണ്ട്. ഓൺലൈൻ സർവീസിനാണെങ്കിൽ താഴെ ഞാൻ ഡീറ്റെയിൽസ് കൊടുക്കാം, നമ്പർ കൊടുക്കാം, ഇവരുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ വിളിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് ഫോട്ടോ അയച്ചൊരു വാട്സപ്പ് വഴി നിങ്ങൾക്ക് ഓൺലൈനിലായിട്ട് സംഭവം വീട്ടിലെത്തുകയും ചെയ്യും. രണ്ടാമത്തെ റീൽ വേണ്ടിയിട്ട് ഞാൻ ഡ്രസ്സൊക്കെ മാറി വന്നതാണ്. അതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രീമിയം കളക്ഷൻസ് ഉണ്ട് ഇവിടെ നമുക്ക്. അതായത് സിൽവറിന്റെ കുറച്ച് വലിയ ജെംസ് ഒക്കെ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ നമ്മുടെ ബ്രേസ്ലെറ്റിന്റെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ബ്രേസ്ലെറ്റിന്റെ കളക്ഷൻസ് ഉണ്ട്. ഇതൊരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് നമ്മൾ പോയതൊന്നല്ല കേട്ടോ. നമ്മുടെ യൂട്യൂബിലേക്ക് വേണ്ടിയിട്ട് ഇൻസ്റ്റയിൽ നമ്മൾ റീലുകൾ പോവാറുണ്ട്. ഇവരുടെ ഷോപ്പിന്റെ റീലുകൾ നമ്മൾ പോവാറുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് പോയപ്പോൾ നിങ്ങൾ ഞാൻ യൂട്യൂബ് വഴി ഒന്ന് പരിചയപ്പെടുത്തി തന്നേ ഉള്ളൂ. വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കടയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഗോൾഡൊക്കെ അഫോർഡ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഇവിടെ ഇതുപോലത്തെ സിൽവർ ആഭരണങ്ങൾ അവൈൽ ആയിട്ടുണ്ട്. അത് കാരണം കൊണ്ട് ജസ്റ്റ് ഒന്ന് പോയി നോക്കി നോക്കും. നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് ഒരിക്കലും മങ്ങാത്ത ആഭരണങ്ങൾ സമ്മാനിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ, ലോങ് ലാസ്റ്റ് ചെയ്യണമെന്ന് തോന്നുന്ന ആഭരണങ്ങൾ സമ്മാനിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. 1075 രൂപ മുതൽ മൂക്കുത്തി കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഗോൾഡ് കളക്ഷൻ ഉള്ളതൊക്കെ 1000 രൂപ മുതലൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ബ്രേസ്ലെറ്റ്, ആംഗ്ലെറ്റുകളൊക്കെ ഇത് വെള്ളിയിൽ പണിതെടുത്തിട്ടുള്ള നമ്മുടെ പാലക്കമലയാണ്. അത് ഗോൾഡിലോ റോസ് ഗോൾഡിലോ ആക്കി തരും കേട്ടോ, നമ്മുടെ ഇഷ്ടാനുസരണം. ഇതൊക്കെ വളകളാണ്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വളകൾ, കുട്ടികളുടെ കാലിലേക്ക് വേണ്ടിയിട്ടുള്ളത്. ഇനി സിൽവർ വേണമെങ്കിൽ അതും ഇവിടെ കിട്ടും കേട്ടോ. ജൂലൈ 14 വെഡിങ് ആനിവേഴ്സറിയാണ്. ജൂലൈ 13 വിഷു അപ്പോൾ താഴെ ഞാൻ ഡീറ്റെയിൽസ് കൊടുക്കാം, ഒന്ന് ചെക്ക് ചെയ്തോ. നമുക്കിനി പോയാലോ. അങ്ങനെ അവിടുത്തെ ഷൂട്ട് കഴിഞ്ഞു കേട്ടോ. അവിടുത്തെ ഷൂട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് മേടിച്ചൊരു മൂക്കുത്തിയിട്ട് ബാക്കി എങ്ങനെയുണ്ട് എവിടെ ഞാൻ തന്ന കണ്ണാടിയൊക്കെ കാലത്ത് കണ്ണാടി ടൈലെടുക്കാം. നമ്മുടെ വീടിന്റെ ടൈലെടുക്കാൻ പോവുകയാണ് നമ്മൾ. ടൈല് നോക്കാനാവും. ഏട്ടായി നോക്കി വീട് പണി തുടങ്ങിയപ്പോ തൊട്ട് ഏട്ടായി ടൈല് നോക്കണതാ. അങ്ങനെ ഫൈനലി വേറൊരു സാധനം നോക്കാൻ പോകുന്നുണ്ട്. അമ്മമ്മേടെ അടുക്കളയിൽ ഭയങ്കര പണിയില്ലാണ്. മക കറുത്തിരിക്കണേ ശരി. കണ്ണാട വെച്ച് പല തട്ടി തടഞ്ഞു വീണ് കാലൊടിഞ്ഞാല്. അമ്മ ഞങ്ങളെല്ലാരും കൂടി പോവാണോ തിരക്കില്ല. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞതാ. വരണമെന്നൊക്കെ ആഗ്രഹമൊക്കെ അല്ല, വരണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് ആൾക്ക്. നിർബന്ധിച്ചാ മാത്രമേ വരുള്ളൂ. കടയിലെത്തിയ മൈക്ക് വെക്കാണ്ട് നമുക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല, നിങ്ങൾക്കൊന്നും കേൾക്കില്ല. കാരണം തലൂർ ദീപ്തി സ്കൂളിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഹൈവേയോട് ചേർന്നിട്ടാണ് നമ്മുടെ കട. വണ്ടികൾ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് നിറച്ച് ശബ്ദ കോലാഹലങ്ങളായിരിക്കും. അങ്ങനെ അമ്പഴങ്ങ കണ്ടപ്പോൾ എനിക്ക് അവിടെ നിന്നൊരു സെൽഫി എടുക്കണം എന്ന് തോന്നി. വെറും സെൽഫി അല്ല, നമ്മുടെ സ്പെക്സ് വെച്ചിട്ടുള്ള സെൽഫി. അങ്ങനെ അവിടെ സെൽഫിയൊക്കെ എടുത്തു. ചിന്നചേട്ടനെയും എല്ലാവരും കൂട്ടി സെൽഫിയൊക്കെ എടുത്ത് ഞാൻ തിരിച്ച് നമ്മുടെ ഷോപ്പിലേക്ക് മടങ്ങാണ്. അവിടെ ഈ പരിവേഷമൊന്നും പറ്റില്ല കേട്ടോ, പണിയെടുക്കണം ചെന്നാൽ. സ്കൂളിൽ മീറ്റിംഗ് ആണെന്ന് തോന്നുന്നുണ്ട്. അമ്മമാരൊക്കെ പോകുന്നുണ്ട്, അമ്മമാരൊക്കെ കയറി പോകുന്നുണ്ട്. അതാണ് ദീപ്തി സ്കൂൾ. ദീപ്തി സ്കൂളിൽ പഠിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ.
കടയിൽ പോലായിരുന്നു എനിക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു പരിപാടി എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ കടയിൽ പോകാനായിട്ട് പോസിബിൾ അല്ല. ഇവിടെ നിന്ന് നമ്മൾ അവിടെ തുമ്പിക്ക് ഉച്ചയാവും, അവിടെ നിന്ന് ഇവിടെ തുമ്പിക്ക് വൈകുന്നേരം പോകും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യാനുള്ള സമയം മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ നേരത്തെയൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ പറ്റൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ എഡിറ്റിങ്ങും ചാനലിൽ കണ്ടന്റൊക്കെ ആരുണ്ടാക്കുക. അങ്ങനെ ഭാഗ്യനും അമ്മയും അവിടെ നിന്ന് കുശുന്ന് ഞാൻ നമ്മുടെ അമ്പഴങ്ങ പറക്കുന്നിടുന്നതിൻ്റെ ഇടയിൽ ഷൂട്ട് ചെയ്ത് വെച്ചു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ സ്പെക്സ് വെച്ചിട്ടുള്ള പരിവേഷമൊന്നും നടക്കില്ല, ഇതുപോലെ പണിയെടുക്കണം എന്ന്. ഒരു കുന്ന് പണിക്കാരുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഒരു മൂഡ് വരും. ബേബിനെ കണ്ണുറങ്ങിട്ട് ഗൈസ്, ബേബി അങ്ങനെ ഞാൻ ബാക്കിലേക്ക് ഇറങ്ങി. ഏട്ടായി ഒന്നോടെ കാറിന്റെ പരിതാപകരമായ അവസ്ഥയെ കാണുന്നതാണ്. അങ്ങനെ ചിരിച്ച് ആസ്വദിച്ച് നമ്മൾ പോകുന്നത് നമ്മുടെ നടത്തറ റൂട്ടിലേക്കാണ് കേട്ടോ. അവിടെ നമുക്ക് ഒരുപാട് കാർ ഷോറൂമുകളുണ്ട്, അതോടൊപ്പം തന്നെ ടൈൽസിന്റെ കമ്പനികളുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചെന്നത് ക്രെറ്റയുടെ ഒരു ഷോറൂമിലേക്കാണ് കേട്ടോ. അവിടെ ചെന്ന് ആ ചേച്ചി നമുക്ക് വിശദീകരിച്ച് തരികയാണ് ക്രെറ്റയുടെ ഏതെല്ലാം മോഡലുകളാണ് ഉള്ളത്. നിങ്ങളല്ലേ പറഞ്ഞു എന്നോട് ക്രെറ്റ മേടിക്കൂ ചേച്ചി, ക്രെറ്റ മേടിക്കൂന്ന്. അങ്ങനെ നമ്മൾ ക്രെറ്റേനെ കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ അറിഞ്ഞ് അവിടെ നിന്ന് ഓസിക്ക് കിട്ടിയ ചായ അടിച്ച് ദാമ്മേനെ ഇരുത്തി കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് തിരിച്ച് മടങ്ങി. ആക്ച്വലി ഇവിടെ എത്തുമ്പോൾ നമ്മൾ എടുക്കണം എന്നുള്ള ഒരു ഇൻറ്റൻഷനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ കുറച്ച് വണ്ടികളെ കുറിച്ച് അന്വേഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിയതാണ്. നമ്മൾ ഏത് വണ്ടി എടുക്കാന്നൊന്നുമില്ല, എപ്പോൾ എടുക്കുന്നില്ല. ഇത് ഒരു നമ്മുടെ വണ്ടി മാറ്റാൻ പോവാണെന്ന് മാത്രം. വേറൊരു വണ്ടി എടുക്കണം. ചിലപ്പോൾ സമയം എടുക്കുമായിരിക്കാം, ചിലപ്പോൾ പെട്ടെന്ന് എടുക്കുമായിരിക്കാം, ഒന്നും തീരുമാനമായിട്ടില്ല. കുറേ എന്താ പറയുക ആലോചനകൾക്ക് ശേഷം ഡിസൈഡ് ചെയ്യേണ്ട ഒരു കാര്യമാണല്ലോ. അപ്പോൾ ഭാഗ്യനാണ് ഇതിനെക്കുറിച്ച് ഇത്തിരി അറിവുള്ളത്. ആ ഭാഗ്യൻ കാര്യമായിട്ട് തന്നെ ചിന്തിക്കുന്നുണ്ട്, കാര്യമായിട്ട് തന്നെ അതിനെക്കുറിച്ച് അവലോകനം ചെയ്യുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിന്ന് മടങ്ങി. നല്ല ഭംഗിയുള്ള വണ്ടിയാണ് കേട്ടോ ക്രെറ്റ, നല്ല സൂപ്പർ വണ്ടിയാണ്. പല 5-6 വേരിയൻ്റ് ഒക്കെ ഉണ്ട്. പിന്നെ അവിടുത്തെ എല്ലാ വണ്ടികളും കണ്ടു. ഈ വണ്ടിയുടെ കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്കൊരു വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്തു. പക്ഷെ ബ്ലാക്ക് ആണ് ഏറ്റവും ഭംഗി കാണാൻ വേണ്ടിയിട്ട്. ഉള്ളിൽ നല്ല ആഷ് കളറുള്ള ഒരു ഇന്റീരിയർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നേരെ നമ്മൾ ഫ്രണ്ടിലേക്ക് കടന്നപ്പോൾ ഇതാണ് നമ്മുടെ NH കേട്ടോ. ഇതിലെ പാലക്കാട് നമ്മുടെ എറണാകുളം NH ഇല്ലേ, അതാണ് കേട്ടോ. ഇതിന്റെ പേരൊക്കെ ഉണ്ട്, NH47 ആയിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ മുമ്പിൽ കണ്ട ഒരു കടയിൽ കയറി കേട്ടോ. ഇതാണ് നമ്മുടെ ജീവിതത്തിലത്തെ നിർണായകമായ കുറച്ച് നിമിഷങ്ങൾ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ടൈൽ എടുക്കുക എന്നുള്ളത് ഏട്ടായിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ടാസ്ക് ആയിരുന്നു. വീട് പണി തുടങ്ങി അന്നോട്ട് ആള് തപ്പി നടക്കുന്നതാണ്. നല്ല ടൈൽ എവിടെ കിട്ടും, അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ എവിടെ കിട്ടും എന്നുള്ളത്. അപ്പോൾ നമ്മൾ മുമ്പിൽ കണ്ടൊരു കടയിൽ നിന്ന് കുറച്ച് ടൈലുകളൊക്കെ നോക്കി. ഒരുപാട് വലിയ ബഡ്ജറ്റ് ഇല്ലാത്ത കാരണം കൊണ്ട് നമുക്ക് ബഡ്ജറ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അത്യാവശ്യം നല്ല ടൈലുകളാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. കജാരിയാരെ ടൈലുകളാണ് ഹോളിൽ ഇട്ടിരിക്കുന്നത്. റൂമുകളിലാണ് നമ്മൾ കുറച്ച് കുറവുള്ള ടൈലുകൾ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ടൈല് കളക്ഷൻസ്. അവിടെ നിന്ന് നമുക്ക് റൂമിലേക്കുള്ളത്, ഹോളിലേക്കുള്ളത്, സിറ്റ് ഔട്ടിലേക്കുള്ളത്, ബാത്റൂമിലേക്കുള്ളതും ഒക്കെ സെലക്ട് ചെയ്യണമായിരുന്നു. തൊട്ടടുത്ത് വേറെ ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു ഷോപ്പിൽ നിന്ന് മാത്രമല്ല എടുത്തിട്ടുള്ളത്. ചില ഷോപ്പിൽ നിന്ന് ബാത്റൂമിൻ്റെ എടുക്കുകയാണെങ്കിൽ തൊട്ടപ്പുറത്തെ ഷോപ്പിൽ നിന്ന് ഹോളിലേക്കുള്ള കജാരിയുടെ കമ്പനി ഉള്ള സ്ഥലത്തു നിന്ന് എടുത്തു. പിന്നെ കുറച്ചും കൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതെന്ന് അടുത്ത കടയിൽ നിന്ന് എടുത്തു. അങ്ങനെ പല കടകളിൽ നിന്നായിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ബാത്റൂം ടൈൽസുകൾ വെച്ചിരിക്കുന്നതാണ്. ചേച്ചിയുടെ മുഖത്ത് ആ സന്തോഷം കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പുള്ളിക്കാരി ഭയങ്കര എന്താ പറയുക ഷൈ ഉള്ള ഒരാളല്ല, അത് മനസ്സിലായിട്ടുണ്ടാവും കേട്ടോ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ട് ചേച്ചി എന്താണാവോ ചില സമയത്ത് ഇങ്ങനെ മറ്റേ നാഗവരിയിലത്തെ സിനിമയിലത്തെ പപ്പുവിൻ്റെ പോലെ എന്നെ നോക്കി എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കി എന്നുള്ളൊരു മൂഡിലൊക്കെ ഇരിക്കുന്നത് കാണാൻ ചില സമയത്ത്. അപ്പോൾ ആൾ ആ ടൈലൊക്കെ കണ്ട ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. പിന്നെ അത് ആളുടെ വീടല്ല പണിയാൻ പോകുന്നത്, അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി എന്തായാലും ഉണ്ടാവും. അത് അനുഭവിച്ച ഒരാളായ ഞാൻ, എനിക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏട്ടായിക്ക് ഭയങ്കരമായിട്ട് വിശകലനം ചെയ്തിട്ടാണ് ടൈലൊക്കെ മേടിക്കുന്നത്. കാരണം ആജീവനാന്തം നമ്മളിനി ആ വീട്ടിലാണ് താമസിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്കത് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരിക്കലും തോന്നരുത് അയ്യോ ഇത് വേണ്ടായിരുന്നു എന്നുള്ള കാര്യം. അങ്ങനെ തോന്നിയാൽ തന്നെ ആ വീട്ടിൽ താമസിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഭയങ്കര ഒരു ഡിപ്രസ്ഡ് മൂഡിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ചൂസ് ചെയ്യുന്ന തിരക്കിലാണ് നമ്മൾ കേട്ടോ. അത് വലിക്ക് അതിൻ്റെ അതെടുക്കാൻ പറ്റും, ആ കട്ടിങ് ബോർഡ്. അതൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് നീക്കി വെക്കണം എന്നുള്ളൂ. അതൊക്കെ ഇതൊക്കെ ഇവിടെ അങ്ങനെ ഞെക്കുകയൊക്കെ
ഒരു ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു ഉടനെ ഭയങ്കര വൈറലായിട്ടുള്ള ഒരു വാഷിംഗ് ബേസിനായിരുന്നു അല്ലേ ഇത്. ഞാനിത് മേടിക്കണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഇത് വലിയ പോപ്പുലറായിട്ട് കണ്ടില്ലായിരുന്നു ഞാൻ ഇവിടെ ഒന്ന് വന്നപ്പോൾ. പക്ഷേ ഇപ്രാവശ്യം അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. 46,000 രൂപയാണ് അതിൻ്റെ വില. നമ്മൾ വെറും 7,000-8,000 രൂപയുടെ ഒരു സിങ്ക് വിത്ത് ഒരു പ്ലേറ്റൊക്കെ ഉള്ള ഒരെണ്ണമാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അമ്മ ഓടി പോകുന്നത് ആ കാണുന്ന സ്വർണ്ണത്തിൻ്റെ കക്കൂസിലേക്കാണ് ഗെയ്സ്. തൊട്ടപ്പുറത്ത് ഒരു വാഷിംഗ് ബേസിനും കൂടി ഇരിക്കുന്നുണ്ടായിരുന്നു. അമ്മയ്ക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അമ്മ പറയാം അമ്മ ഒരു വീട് വയ്ക്കാൻ പോകുമ്പോൾ ഇങ്ങനത്തെ ഒരെണ്ണം മേടിച്ച് വെക്കണം എന്ന് പറഞ്ഞു. പിന്നെ എന്താ നമുക്ക് ഉറപ്പായിട്ടും മേടിച്ച് വെക്കാം. അമ്മ ഞാൻ സ്പോൺസർ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു അമ്മയുടെ അടുത്ത്. അങ്ങനെ ചേച്ചിയും ചേട്ടനും ടൈലൊക്കെ എടുത്തിട്ടാണ് വന്നത്. പക്ഷെ നമ്മൾ തിരിച്ച് മടങ്ങി കേട്ടോ. കാരണം നമുക്ക് വീട്ടിൽ ചേട്ടന്മാർ പണിക്ക് ഉണ്ടായിരുന്നു. അവർ പോകുന്ന തിരക്കായിട്ട് നിൽക്കല്ലേ. അപ്പോൾ അവർക്ക് ചായയൊക്കെ കൊടുക്കണേ. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി. ഞാൻ വരുന്ന വഴിക്ക് ഒരു 3 പരിപ്പ് വടയൊക്കെ മേടിച്ചു. പിന്നെ ശ്രീകുട്ടനെ ആക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ചേട്ടന്മാർക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളമൊക്കെ എടുത്ത് കൊടുക്കേണ്ടി വരും. പരിപ്പ് വടയിലാണ് ഞാൻ മേടിച്ചത്. പരിപ്പ് വട പിറ്റേ ദിവസം മേടിച്ചത്. ഇന്ന് ബണ്ണാണ് മേടിച്ചത്, ക്രീം ബൺ. അപ്പോൾ ഇത് കൊടുത്ത് കുളിച്ചിട്ട് വരാം കേട്ടാ. പുള്ളി കഴിഞ്ഞ് ഞാൻ എത്തിയിടാ. എൻ്റെ പൊന്നോ, ഭക്ഷണം പോലും കഴിച്ചിട്ടില്ലെന്ന്. ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടുമില്ല. ഭാഗ്യത്തിന് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ ഉണ്ട്. ഞാൻ ചിക്കൻ ഒന്ന് ചൂടാക്കട്ടെ കേട്ടോ. ഞാൻ മൂക്കുത്തി മേടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. മോശമാക്കിയിട്ടില്ല കേട്ടോ. മീൻകറി ചിക്കനും ഉണ്ട്. അത് കാരണം ഞാൻ നല്ല പുറത്തുനിന്ന് മേടിക്കാണ്ടാ പോകുന്നത്. പുറത്തുനിന്ന് കഴിക്കൽ ഇപ്പോൾ വളരെ കുറവാണ്. അപ്പോൾ നമുക്കിനി പോയിട്ട് ഭക്ഷണം കഴിക്കാം. എന്നിട്ട് ഞാൻ മൂക്കുത്തി കാണിച്ചു തരാം കേട്ടോ. പറയുമ്പോൾ അത്ര വലിയ പണികളൊന്നും ഉണ്ടായില്ല. ഇതിനേക്കാളും ഭയങ്കര റഷ് പിടിച്ച ദിവസങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ യാത്രകൾ വരുമ്പോഴേ നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ തൃശ്ശൂർക്ക് പോകണം. തൃശ്ശൂരിൽ നിന്ന് തിരിച്ച് കടയിലേക്ക് കാറ് നോക്കാൻ അങ്ങനെ ഇപ്പോൾ കാർ എടുക്കേണ്ട കാര്യമൊന്നും തീരുമാനിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയെന്നുള്ളൂ. ബാക്കി എനിക്ക് ഏറെ ഷോറൂമിൽ പോയി, കറക്റ്റായ ഷോറൂമിൽ പോയി. പിന്നെ നമ്മൾ അന്ന് ചോദിച്ചായിരുന്നല്ലോ, ഈ വീഡിയോയിൽ ചോദിച്ചായിരുന്നു ഏത് കാർ എടുക്കണ്ടേന്ന്. അപ്പോൾ നിങ്ങൾ സജസ്റ്റ് ചെയ്ത എല്ലാ കാറുകളുടെ ഷോറൂമിലേക്കും പോയി. പക്ഷേ ഇപ്പോൾ അത് എല്ലാവരെയും പോലെ തന്നെ വീട് പണി കഴിഞ്ഞതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് എടുക്കാനായിട്ടാണ് ഞാൻ അഭിപ്രായം പറഞ്ഞത്. പക്ഷെ നമ്മുടെ കയ്യിലിരിക്കുന്ന കാർ എന്തായാലും കൊടുക്കേണ്ട സമയമായി. ഏകദേശം ഒരു 8 കൊല്ലമൊക്കെ കഴിഞ്ഞു എന്ന് തോന്നുന്നു. അപ്പോൾ എന്താന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ല വയ്യാണ്ടായി. ഇനി നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. യൂട്യൂബിൽ വീഡിയോ പോകണം, ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ പോകണം, ഫേസ്ബുക്കിൽ വീഡിയോ പോകണം. അപ്പോൾ അങ്ങനെ ഫേസ്ബുക്കിലത്തെ വീഡിയോ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് എഡിറ്റ് ചെയ്തിട്ട് ഇടുന്നുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട്. അതായത് ലഞ്ച് മാത്രം, ബ്രേക്ക്ഫാസ്റ്റ് മാത്രം എന്നുള്ള രീതിയിൽ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് നമ്മൾ. വർക്ക് കൂടുതലുണ്ടെന്നുള്ളൂ, പക്ഷെ അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വന്നത് അവിടെ ഇരുന്നു. ഇനി ശ്രീകുട്ടനെ പഠിപ്പിക്കാനായിട്ട് മുകളിലേക്ക് വിട്ടിട്ടുണ്ട്. അവനെ പഠിപ്പിക്കണം, അവൻ്റെ കൂടെ ഇരിക്കണം. നാളത്തേക്കുള്ള പരിപാടികൾ ചെയ്യണം, അയൺ ചെയ്യണം, തേപ്പ് എഡിറ്റ് ചെയ്യണം. അവരോടാ എനിക്ക് മടിയാവണം. അപ്പോൾ പറഞ്ഞു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് എനിക്ക് ലിൻഡോ ചേട്ടൻ, അതായത് ഏജിയൻ ഗോൾഡൻ ഡയമണ്ട്സ്. അങ്ങനെ നമ്മൾ മൂക്കുത്തിയൊക്കെ മേടിച്ചത് നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കില്ല ഇതൊരു പ്രൊമോഷൻ വീഡിയോ ആണെന്ന്. ഇതൊരിക്കലും ഒരു പ്രൊമോഷൻ വീഡിയോ അല്ല. ഞാൻ അവിടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ റീൽ എടുക്കാൻ പോയപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ ഈ ഒരു കളക്ഷൻസുകളും കാര്യങ്ങളൊക്കെ. പക്ഷെ അടിപൊളിയാണ്, ഭയങ്കര ഭംഗിയായിട്ട് തോന്നി. ആമ, മയിൽ, ഒട്ടകം, പിന്നെ തൃശൂലം, ഓം, ശംഖ്, അങ്ങനെ വേണ്ട എന്ത് തരത്തിലുള്ള മൂക്കുത്തികളും ഉണ്ട്. പിന്നെ ഞാൻ മൂക്കുത്തികൾക്ക് ഏറ്റവും വില കുറവായ കാരണം മൂക്കുത്തികൾ മാത്രമേ എടുത്തുള്ളൂ മാത്രം. ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ വെഡിങ് ആനിവേഴ്സറി വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു പർച്ചേസിങ്ങിനും കൂടി പോകാട്ടോ. ഭാഗ്യന് എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ വേറെ എന്താ വിശേഷം? ഭയങ്കര ടയേർഡാണ്. അത് കാരണം കൊണ്ട് കൂടുതൽ വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഏതാണ് മൂക്കുത്തിയാണ് ഇഷ്ടമായതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. പിന്നെന്താടാ, വേറെ വിശേഷമൊന്നുമില്ലടാ. ഇങ്ങനെയൊക്കെ തന്നെയാണ് ഈ ദിവസം പോയിട്ടുണ്ടായിരുന്നത്. അപ്പം എല്ലാം പറഞ്ഞ പോലെ കേട്ടാ. ഞാൻ പോട്ടെ, എന്നും തീരെ വയ്യ. ശ്രീകുട്ടനെ പഠിപ്പിക്കാതിരിക്കണം, അതാണ് ഏറ്റവും വലിയ തൊന്തരവ് എന്തൊരു തൊന്തരവ്. അപ്പോൾ ഗൈസ്, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്ക് എല്ലാവരും ഹാപ്പി ആയിട്ടും സന്തോഷമായിട്ടിരിക്കുക. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ. ശ്രീജ.